ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. അപ്പോൾ ഇന്നത്തെ മാറ്റർ എന്ന് പറഞ്ഞാൽ നടിയെ ആക്രമിച്ച കേസ്, അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ അതിജീവിതയുടെ അഭിഭാഷകയ്ക്ക് എതിരെ കോടതി തിരിഞ്ഞിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, കോടതി പറഞ്ഞിരിക്കുകയാണ് അതിജീവിതയുടെ അഭിഭാഷക കോടതിയിൽ വിചാരണ സമയങ്ങളിൽ 10 ദിവസത്തിന് താഴെ മാത്രമേ കോടതിയിൽ വന്നിട്ടുള്ളൂ എന്ന് വിചാരണ കോടതി ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും കോടതി ചോദിച്ചിട്ടുണ്ട്, TV മിനി കോടതിയിൽ എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ഗായസ്, എനിക്ക് പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അത് വലിയൊരു കോമഡിയാണ്. ഓക്കെ, അതിജീവിതയുടെ വക്കീൽ 10 ദിവസത്തിന് താഴെ വരുന്നുണ്ട് കോടതിയിൽ പലപ്പോഴായിട്ട്. ബാക്കി പിന്നെ പലപ്പോഴും ജൂനിയർ വക്കീലുമാരെയാണ് ഏൽപ്പിക്കുന്നത്. അത് ഓക്കെ, സമ്മതിച്ചു. പിന്നെ വലിയൊരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ? വാദം നടക്കുമ്പോൾ പുള്ളിക്കാരി, അതായത് അതിജീവിതയുടെ വക്കീൽ ഉറക്കമാണ് കോടതിയിൽ. അതായത് കോടതിയിൽ വരുന്നത് പുള്ളിക്കാരി ഉറങ്ങാനാണ്. ജഡ്ജി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതിജീവിതയുടെ വക്കീൽ കോടതിയിൽ വരുന്നത് ഉറങ്ങാനാണെന്ന്. ഉറങ്ങാനാണെങ്കിൽ പുള്ളിക്കാരിക്ക് പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ പോരെ? വെറുതെ എന്തിനാണ് കോടതിയിൽ വരുന്നത്? കോടതി എന്താണ് വിനോദസഞ്ചാര കേന്ദ്രമാണോ? ഗൈസ്, എന്തായാലും അതിജീവിതയുടെ വക്കീൽ പൊളിയാണല്ലേ. ഉറങ്ങാനായിട്ടാണ് കോടതിയിൽ വരുന്നത്. എന്തായാലും അടിപൊളി. കേസ് ഫയലുകളൊന്നും പഠിക്കാതെ കോടതിയിൽ വന്നിരുന്ന് ഉറങ്ങിയിട്ട് വക്കീൽ, അതിജീവിതയുടെ വക്കീൽ പറയുകയാണ്, ഇരയ്ക്ക് നീതി കിട്ടിയില്ല, നമ്മൾ തോറ്റുപോയി, ഇരയ്ക്ക് നീതി നിഷേധിച്ചു എന്നൊക്കെ. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. നമ്മളിപ്പോൾ എക്സാമാണ്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം പഠിക്കാതെ സ്കൂളിൽ പോയി എക്സാം എഴുതിയാൽ നമ്മൾ ജയിക്കുമോ തോക്കുമോ? നമ്മൾ നല്ലവണ്ണം അധ്വാനിച്ചാലേ നമുക്കതിൻ്റെ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വിധി വന്നപ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, കോടതി ശരിയല്ല, കോടതി വിധി ശരിയായില്ല, തെളിവുകളുണ്ടായിട്ടും പ്രതികളെ വെറുതെ വിട്ടു. അല്ല, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, പ്രതികളെയൊന്നും വെറുതെ വിട്ടില്ലല്ലോ, 6 പ്രതികളെ ശിക്ഷിച്ചില്ലേ? അപ്പോൾ ഇതൊന്നും അവർക്ക് പറയാനായില്ല, പറയാൻ സമയമില്ല. അവർക്ക് ഇപ്പോഴും പറയുന്നുണ്ട് ഇരയ്ക്ക് നീതി കിട്ടിയില്ല, ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണ് പറഞ്ഞും കൊണ്ട് നടക്കുന്നത്. പക്ഷേ അവർക്ക് കോടതിയിൽ വരാൻ സമയമില്ല. പക്ഷേ പുറത്ത് മാധ്യമപ്രവർത്തകർക്കും ഇൻ്റർവ്യൂ കൊടുക്കാനും പിന്നെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം എല്ലായിടവും നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മുഖ്യധാരയിൽ നിന്ന് ഗസ്റ്റായിട്ടൊക്കെ നിൽക്കാനും എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്. പുറത്തുപോയി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജഡ്ജി ഹണി എം വർഗീസ് മാഡം വക്കീലിനെ നല്ല രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതിജീവിതയുടെ വക്കീലിന് തികച്ച് കിട്ടി. നിങ്ങൾക്ക് എൻ്റെ വക അടിപൊളി ഒരു ലൈക്ക് ഇരിക്കട്ടെ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.